എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സൈഡ് ബ്ലോക്ക് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടല്ല, ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാൻ പോകുന്നത്. നമുക്ക് നേരെ ഓൾറെഡി ഞാൻ സ്കൈ ബ്ലോക്കിൻ്റെ വേൾഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്കൈ ബ്ലോക്കിൻ്റെ വേൾഡ്. നേരെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഈ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. സ്കൈ ബ്ലോക്കൊന്നും ഞാൻ ഇതുവരെ കളിച്ചിട്ട് പോലും ഇല്ല. ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ലോഡായി കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വേൾഡ് ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ സ്കൈ ബ്ലോക്ക് സീരീസ്. ഒരു ടോർച്ച്, ഒരു മരം, സ്കൈ ബ്ലോക്ക് ഇന്നോട്ട് ദ ലിമിറ്റ്, ഓൾവേസ് ഡ്രീം ബിഗ് ആൻഡ് ഹാവ് ഫൺ, എൻജോയ്. സൈൻ ബോർഡ് കിട്ടി, നല്ല കാര്യം. ഇതൊന്നും പൊട്ടിച്ചും വരാത്ത. ഓക്കെ, ഓ ഇത് കഷ്ടമാണിത്. ചെസ്റ്റിൻ്റെ അകത്ത് സീട്ടർ ലെഗ് ബൈ സ്ക്രാംഡ്. ഓ, ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ സ്കൈ ബ്ലോക്കിൻ്റെ മെയിൻ ഇതായിട്ടുള്ള കോബിൾ സ്റ്റോൺ ഉണ്ടാക്കാം. ഇതെവിടെ ഉണ്ടാക്കും? ഇവിടെ ഉണ്ടാക്കണോ? ഇവിടെ ഉണ്ടാക്കാം. എനിക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടാണ്. വെള്ളം അങ്ങനെ ഒബ്സിഡിയൻ ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. ജസ്റ്റ് ഇങ്ങോട്ട് പിടിച്ചെടുത്തേക്കാം. ഐറ്റംസ് ജസ്റ്റിനാണ് ഇത് കിടക്കുന്നത്. പേടിയാണ്. ആ ചെസ്റ്റ് ഇവിടെ വെച്ചേക്കാം. എല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാം. അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കയ്യിലുള്ള എല്ലാം പോവും. ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അടിച്ചു നോക്കാം. ഇങ്ങനെയാണ് കോബിൾ സ്റ്റോൺ ഉണ്ടാക്കേണ്ടത്. മോനെ കറക്റ്റായിരിക്കണേ. ഇത് കറക്റ്റാവെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയായിരുന്നു? ഇങ്ങനെ തന്നെയാണ്. അയ്യോ, ഞാൻ ചത്തും തോന്നുന്നു. തീർന്നു പോ. ഇങ്ങനെയല്ല, പൊട്ടിച്ചു നോക്കാം. കറക്റ്റ്. അങ്ങനെ കോബിൾ സ്റ്റോൺ ജനറേറ്ററായി. ടോർച്ചൊക്കെ ഉണ്ട്. ഈ മരം ഫുള്ള് പൊട്ടിച്ചിട്ട് ഇവിടെ അങ്ങ് ടോർച്ച് പ്ലേസ് ചെയ്തേക്കാം. ഈ മരം ഫുള്ള് പൊട്ടിച്ചെടുക്കാം. സ്കൈ ബ്ലോക്ക് സീരീസിലെ ആദ്യത്തെ വുഡാണ് ഗൈസ്. ഇനി ഇതിൻ്റെ ലീഫ് നമ്മളിവിടെ ക്രൗച്ച് ചെയ്തിരുന്നില്ല. താഴത്ത് വയ്ക്കുന്ന പിന്നെ ഉള്ള വുഡും കൂടി പോവും. ഈ ലീവ്സിന് ഈ സാപ്ലിങ് എടുക്കണം. എന്നിട്ട് വേണം ട്രീ ഫാം ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇല്ല, മരമില്ലാണ്ട് നമ്മൾ കഷ്ടപ്പെടും. സാപ്ലിങ് ഇല്ല ഗൈസ്. മിക്കവാറും നമ്മൾ വേറെ ഐലൻഡ് കണ്ടുപിടിക്കണ വരെ ഫുഡൊന്നും കിട്ടത്തില്ലെന്ന് തോന്നണം. ഒറ്റ സാപ്ലിങ് പോലും ഇല്ല ഗൈസ്. എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഒരെണ്ണം മതി. യെസ്, കിട്ടി. 2 സാപ്ലിങ് കിട്ടി. നല്ല കാര്യം. ഇതൊക്കെ കൂടി പൊട്ടിക്കാം.
ഇതെല്ലാം പൊട്ടിച്ചേക്കാം. നമുക്കൊരു കീ ലാസ്റ്റത്തെ എല്ലാം കൂടി പൊട്ടിച്ചു. ഓക്കെ, ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ സാപ്ലിങ്. ഇത് നട്ടു വെച്ചേക്കാം. ഇതാണ് ഏറ്റവും ആവശ്യം. ഒരെണ്ണിട്ടിരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഈ കിട്ടിയത് വെച്ച് ആദ്യം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, സ്റ്റിക്ക് ഉണ്ടാക്കാം, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമ്മുടെ ആദ്യത്തെ പിക്കാക്സ് റെഡി. ഈ കോബിൾ സ്റ്റോൺ ചെയ്യാം. അയ്യോ, മണ്ടത്തരം കാണിച്ച്. ഇങ്ങനെയല്ലായിരുന്നു അപ്പം. അപ്പോൾ ഞാൻ വേറെ സ്കൈ ബ്ലോക്ക് സീരീസ് ആയിട്ട് തരാം. ഇതിപ്പോൾ എന്തായാലും നടക്കത്തില്ല. ലാവ ഒബ്സിഡിയൻ ആയിപ്പോയി. വേറൊരിടത്ത് ഐലൻഡ് ഉണ്ടോ? ഇനി എന്ത് ചെയ്യും? അപ്പം ശരി, എന്നാ ഞാൻ വേറൊരു സ്കൈ ബ്ലോക്ക് സീരീസ് സ്കൈ ബ്ലോക്ക് വേൾഡ് തുടങ്ങിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ബൈ.